പറയാനുള്ളത് അഡ്രിനൽ ഗ്ലാൻഡാണ്. അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ വേറൊരു പേരാണ് സുപ്രാ റീനൽ ഗ്ലാൻഡ്സ്. ആ പേരിൽ തന്നെയുണ്ട് സുപ്രാ റീനൽ ഗ്ലാൻഡ്. സുപ്ര മീൻസ് എബോവ് എന്നാണ് അർത്ഥം. റീനൽ മീൻസ് റിലേറ്റഡ് വിത്ത് കിഡ്നി എന്നാണ്. അപ്പോൾ കിഡ്നിയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഗ്ലാൻഡ് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ സുപ്രാ റീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ പൊസിഷൻ നമുക്കൊന്ന് നോക്കാം. ഇതാണ് അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ പൊസിഷൻ. കിഡ്നിയുടെ മുകളിലായിട്ട് രണ്ട് തൊപ്പി പോലെ കാണുന്ന ഈ ഒരു ഗ്ലാൻഡിനെയാണ് നമ്മൾ അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ അഡ്രിനൽ ഗ്ലാൻഡ്സിന് adrenal or suprarenal glands are pair of glands on the top of each kidney. നമ്മൾ പറഞ്ഞു രണ്ട് കിഡ്നിയിലുണ്ട് പെയർ ഓഫ് ഒരു പെയറാണ്, രണ്ട് ഗ്ലാൻഡ് ഉണ്ട്. ഓക്കെ, ഓരോ കിഡ്നിയുടെ മുകളിലായിട്ട് ഓരോ ഗ്ലാൻഡ് ഉണ്ട്. ഓരോ ഗ്ലാൻഡും എൻക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു കണക്റ്റീവ് ടിഷ്യൂ ക്യാപ്സ്യൂൾ വഴിയാണ്. ഹ്യൂമൻ അഡ്രിനൽ ഗ്ലാൻഡ്സിനെ കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് ഫങ്ഷണലി ആൻഡ് ഡെവലപ്മെൻ്റലി ഡിസ്റ്റിങ് പാർട്സ് ആയിട്ടാണ്. അതിന് നമ്മൾ നെയിംലി ഔട്ടർ കോർട്ടെക്സ് ആൻഡ് ഇന്നർ മെഡുല എന്ന് പറയും. അത് ഔട്ടർ ഭാഗത്തെ നമ്മൾ കോർട്ടെക്സ് എന്നും, അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ ഔട്ടർ ഭാഗത്തെ നമ്മൾ കോർട്ടെക്സ് എന്നും, ഉള്ളിലെ ഭാഗത്തെ നമ്മൾ മെഡുല എന്നും പറയുന്നു. അപ്പം ഔട്ടർ കോർട്ടെക്സും ഇന്നർ മെഡുലയും കൂടെ കൂടിയതാണ് അഡ്രിനൽ ഗ്ലാൻഡ്. കോർട്ടെക്സ്, അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ കോർട്ടെക്സ് മീസോഡെർമൽ ഒറിജിനാണ്. അതേപോലെ മെഡുല എന്ന് പറയുന്നത് ഡിറൈവ് ചെയ്തിരിക്കുന്നത് എക്ടോഡേമിൽ നിന്നാണ്. ഓക്കെ, ഇനി ഈ രണ്ട് പാർട്സും നമ്മുടെ ഗ്ലാൻഡ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ആക്ട് ആസ് സെപ്പറേറ്റ് ഗ്ലാൻഡ്സ്. ഇത് രണ്ടും സെപ്പറേറ്റ് ഗ്ലാൻഡ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. രണ്ടും എൻറ്റയർലി ഡിഫറെൻറ്റ് ഹോർമോൺസിനെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ കോർട്ടെക്സും മെഡുലയും രണ്ടും ഡിഫറെൻറ്റ് ഹോർമോൺസിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സെക്രീറ്റ് ചെയ്യുന്നത്. പ്രൊഡ്യൂസ് എന്നാണ് ഞാൻ പറയാറ്, സെക്രീറ്റ് ആണെന്ന് മനസ്സിലാക്കണം. കാരണം രണ്ടിൻ്റെ മീനിങ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്. സെക്രീറ്റ് ചെയ്യുക എന്ന് തന്നെയാണ് പറയേണ്ടത്. പക്ഷെ നമുക്ക് രണ്ടും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഉപയോഗിക്കുന്നതുകൊണ്ട് അറിയാതെ അങ്ങനെ വന്നു പോകുന്നതാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് അഡ്രീനൽ കോർട്ടെക്സ് നോക്കാം. അഡ്രിനൽ കോർട്ടെക്സിന് 3 സെല്ലുലാർ സോൺസ് ഉണ്ട്. സെല്ലുലാർ സോൺസ് എന്ന് പറഞ്ഞാൽ 3 ലെയേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഔട്ടർ ഭാഗം സോണ ഗ്ലോമറുലോസ, മിഡിൽ സോണ ഫാസിക്കുലൈറ്റ് ആൻഡ് ഇന്നർ സോണ റെറ്റിക്കുലാരിസ്. അങ്ങനെ അഡ്രിനൽ കോർട്ടെക്സിന് 3 ലെയേഴ്സാണ്. ഏറ്റവും ഔട്ടർ ആയിട്ടുള്ളത് സോണ ഗ്ലോമറുലോസ, മിഡിൽ സോണ ഫാസിക്കുലേറ്റ ആൻഡ് ഇന്നർ സോണ റെറ്റിക്കുലാരിസ്. ഈ അഡ്രിനൽ കോർട്ടെക്സ് ഹോർമോൺസിനെ ജനറലി വിളിക്കുന്നത് കോർട്ടിക്കോയിഡ്സ് ഓർ കോർട്ടിക്കൽ സ്റ്റീറോയിഡ്സ് എന്നാണ്. സ്റ്റീറോയിഡ് ഹോർമോൺസ് ആണ്. അതുകൊണ്ട് തന്നെ അഡ്രിനൽ കോർട്ടെക്സിൻ്റെ ഹോർമോൺസിനെ കോർട്ടിക്കൽ സ്റ്റീറോയിഡ്സ് അല്ലെങ്കിൽ കോർട്ടിക്കോയിഡ്സ് എന്ന് വിളിക്കുന്നു. ഇവ പ്രധാനമായിട്ടും 3 മേജർ ഗ്രൂപ്പ്സ് ആണുള്ളത്. അതിലൊന്ന് മിനറലോകോർട്ടിക്കോയിഡ്സിനെ സെക്രീറ്റ് ചെയ്യുന്നത് ഔട്ടർ ഭാഗത്ത് വരുന്ന സോണാണ്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിനെ സെക്രീറ്റ് ചെയ്യുന്നത് മിഡിൽ സോണും, സെക്സ് കോർട്ടിക്കോയിഡ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗൊണാഡോകോർട്ടിക്കോയിഡ്സ്. സെക്സ് കോർട്ടിക്കോയിഡ്സും ഉണ്ട്, ഗൊണാഡോകോർട്ടിക്കോയിഡ്സും ഉണ്ട്. ഇത് അതിൻ്റെ സെയിം ഡിഫറെൻറ്റ് പേരുകളാണ് കേട്ടോ. സെക്സ് കോർട്ടിക്കോയിഡ്സ്, ഗൊണാഡോകോർട്ടിക്കോയിഡ്സ് ഓർ അഡ്രിനൽ സെക്സ് ഹോർമോൺസ്. ഓക്കെ, പിന്നെ സെക്രീറ്റഡ് ബൈ ദ ഇന്നർ സോൺ. ഏറ്റവും ഇന്നർ സോണിൽ നിന്ന് ഈ ഒരു സെക്സ് കോർട്ടിക്കോയിഡ്സ് അല്ലെങ്കിൽ അഡ്രിനൽ സെക്സ് ഹോർമോൺസിനെയും, ഏറ്റവും പുറം ഭാഗത്തിൽ നിന്ന് ഔട്ടർ ഭാഗത്തിൽ നിന്ന് മിനറലോകോർട്ടിക്കോയിഡ്സിനെയും, മിഡിൽ സോണിൽ നിന്ന് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിനെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് മിനറലോകോർട്ടിക്കോയിഡ്സ് നോക്കാം. പേരിൽ തന്നെയുണ്ട് മിനറലോകോർട്ടിക്കോയിഡ്സ്, മിനറൽസിൻ്റെയാണ്. അപ്പോൾ മിനറലോകോർട്ടിക്കോയിഡ്സ് ആർ ദ കോർട്ടിക്കൽ ഹോർമോൺസ് കൺസേൺ വിത്ത് ദ ഹോമിയോസ്റ്റാസിസ് ഓഫ് വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ്സ്. അതായത് പേര് തന്നെയുണ്ട്, നമ്മൾ പറഞ്ഞ മിനറൽസിൻ്റെ, വാട്ടറിൻ്റെയും അതേപോലെ മറ്റ് ഇലക്ട്രോലൈറ്റുകളുടെയും ഹോമിയോസ്റ്റാസിസിലാണ് ഇതിൽ പ്രധാനമായിട്ടും ഫങ്ഷൻ വരുന്നത്. കോർട്ടിക്കൽ ഹോർമോൺസ് ആണ്. ഇതിൻ്റെ പെർട്ടിക്കുലർ ഫങ്ഷൻ എന്ന് പറയുന്നത് സോഡിയം Na+ അയോണ്, പൊട്ടാസ്യം അയോണ്, ക്ലോറൈഡ് Cl- അയോണ് ഇൻ ദ ബോഡി ഫ്ലൂയിഡ്സിൽ, അത് ബ്ലഡ് പോലെയുള്ള ബോഡി ഫ്ലൂയിഡ്സിൽ വരുന്ന പൊട്ടാസ്യം, സോഡിയം, ക്ലോറിൻ അയോൺസിൻ്റെ ഒക്കെ കോൺസെൻട്രേഷൻസിലാണ്
നമ്മൾ പറഞ്ഞില്ലേ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞില്ലേ, പ്രധാനമായിട്ടും വരുന്ന ഇലക്ട്രോലൈറ്റ്സ് ഇതൊക്കെയാണ്. ഇതിൻ്റെയും പിന്നെ വാട്ടറിൻ്റെയും ഹോമിയോസ്റ്റാസിസിനെ മെയിൻറ്റെയിൻ ചെയ്യുക, അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് മിനറലോകോർട്ടിക്കോയിഡ്സിൻ്റെ ഫങ്ഷൻസ്. ഓക്കെ, ഇതിൻ്റെ ഡെഫിഷ്യൻസി ആഡിസൺസ് ഡിസീസ് എന്ന് പറഞ്ഞൊരു ഡിസീസ് ഉണ്ടാക്കും. അതിൽ ഒരു ഫേറ്റൽ ഡിസീസാണ്. ഇതിന് പ്രധാനമായിട്ടും ഇതിൻ്റെ സിംറ്റം എന്ന് പറഞ്ഞത് വെരി ലോ ബ്ലഡ് ഷുഗറാണ്. അത് നമ്മൾ ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുമല്ലോ, ബ്ലഡ് ഷുഗർ ലെവൽ കുറയുക, ഹൈപ്പോഗ്ലൈസീമിയ, അതൊരു കണ്ടീഷനാണ്. അത് മാത്രമല്ല എക്സസീവ് റീനൽ എക്സ്ക്രീഷൻ ഓഫ് സോഡിയം, നമ്മുടെ കിഡ്നിയിലൂടെ നമ്മൾ സോഡിയത്തിനെ എക്സസീവായിട്ട് എക്സ്ക്രീറ്റ് ചെയ്ത് കളയുക. അതേപോലെ ഹൈപ്പർ ടെൻഷൻ, ഭയങ്കര ടെൻഷൻ ഉണ്ടായിരിക്കും, ഡിസിനെസ്, അതേപോലെ മസ്കുലാർ വീക്ക്നെസ്, ക്ഷീണവും മസ്കുലാർ വീക്ക്നെസ്സും ഡിസിനെസ് എല്ലാം കൂടിയ ഒരു കണ്ടീഷനാണ് ആഡിസൺസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ. അതിൽ ഹൈപ്പോ ഗ്ലൈസീമിയ ഉണ്ട്, ഹൈപ്പർ ടെൻഷനൊക്കെ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു കണ്ടീഷനാണ് ഇതിൻ്റെ ഡെഫിഷ്യൻസി, ഈ ഒരു മിനറലോകോർട്ടിക്കോയിഡ്സിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നത്. അതേപോലെ ഈ ഒരു പേഷ്യൻറ്റിന് അതിനെ സർവൈവ് ബൈ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് മിനറൽ സർവൈവ് ബൈ ദ കോർട്ടിക്കോയിഡ്സ് ഓർ ഡയലി ഇൻഫ്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് എന്ന് വെച്ചാൽ പേഷ്യൻ്റ് ക്യാൻ സർവൈവ് ബൈ ദ അഡ്മിനിസ്ട്രേഷൻ. ഇവർക്ക് ഈ ഒരു പേഷ്യൻറ്റിനെ സർവൈവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൽ മിനറൽസ് ആയിട്ടുള്ള കോർട്ടിക്കോയിഡ്സോ കോർട്ടിക്കോയിഡ്സോ അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് NaClനൊക്കെ ഡയലി ഇൻഫ്യൂസ് ചെയ്താൽ മാത്രമാണ് ഈ ഒരു പേഷ്യൻറ്റിന് സർവൈവ് ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് പറഞ്ഞത്. ഓക്കെ, ആൽഡോസ്റ്റിറോണാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മിനറലോകോർട്ടിക്കോയിഡ്. ഇത് റെസ്പോൺസിബിൾ ഫോർ അബൌട്ട് 95% ഓഫ് മിനറലോകോർട്ടിക്കോയിഡ് ആക്ടിവിറ്റി. നമ്മുടെ മിനറലോകോർട്ടിക്കോയിഡ് ആക്ടിവിറ്റിയുടെ 95%നും റെസ്പോൺസിബിൾ ആവുന്നത് ഈ ഒരു ആൽഡോസ്റ്റിറോൺ എന്ന് പറഞ്ഞ ഹോർമോണാണ്. ഓക്കെ, ആൽഡോസ്റ്റിറോണിന് 3 പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ഉണ്ട്. അതാണ് നമ്മൾ പറയുന്നത്. ഇൻക്രീസസ് ദ വോളിയം ഓഫ് ബോഡി ഫ്ലൂയിഡ്സിൻ്റെ വോളിയത്തെ ഇൻക്രീസ് ചെയ്യുന്നു. അതേപോലെ എൻഹാൻസസ് ദ റീനൽ റീഅബ്സോർപ്ഷൻ ഓഫ് Na+ ആൻഡ് വാട്ടർ ആൻഡ് ദ റീനൽ എക്സ്ക്രീഷൻ ഓഫ് പൊട്ടാസ്യം അയോൺ. സോഡിയം അയോണിൻ്റെയും വെള്ളത്തിനെയും നമ്മുടെ കിഡ്നിയിൽ വെച്ചിട്ട് റീനൽ റീഅബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. കിഡ്നിയിൽ നിന്ന് നമ്മൾ മൂത്രമായിട്ട് ഒഴിവാക്കുന്ന സമയത്ത് അവിടെ നിന്ന് നമ്മൾ ബ്ലഡിലേക്ക് തന്നെ തിരിച്ച് ചെയ്യുന്നുണ്ട്, നമ്മുടെ ശരീരത്തിലേക്ക് തിരിച്ച് വെള്ളത്തിൻ്റെയും അതേപോലെ സോഡിയം അയോണിൻ്റെയും റീഅബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. അത് ചെയ്യുന്നത് ഈ ആൽഡോസ്റ്റിറോൺ ആണ്. അതേപോലെ ഇതിനെ റീനൽ എക്സ്ക്രീഷൻ ഓഫ് പൊട്ടാസ്യം അയോണിനെ നമ്മൾ പുറത്തേക്ക് കിഡ്നിയിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യാനും സഹായിക്കുന്നത് ഈ ഒരു ഹോർമോണാണ്. അതേപോലെ ഇതിൻ്റെ അടുത്ത ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിൻസ് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് Na+ ബൈ കാർബണേറ്റ് അയോൺ ആൻഡ് വാട്ടർ ആൻഡ് ലോ ലെവൽസ് ഓഫ് പൊട്ടാസ്യം ആൻഡ് ക്ലോറൈഡ് ഇൻ ബ്ലഡ് ആൻഡ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. അതായത് സോഡിയം അയോണിൻ്റെ കോൺസെൻട്രേഷനെ ഹൈ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അത് കാർബണേറ്റ് അയോണിലൂടെയും കാർബണേറ്റ് അയോൺ എന്ന് പറഞ്ഞാൽ HCO3- കാർബണേറ്റ് അയോണിലൂടെയും അതേപോലെ വാട്ടറിലൂടെയും ആണ് ഈ ഒരു ആൻഡ് വാട്ടർ അങ്ങനെയല്ല. മെയിൻ ഈസ് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് Na+ ബൈ കാർബണേറ്റ് അയോണിലൂടെ Na+ൻ്റെ അളവിനെ മെയിൻറ്റെയിൻ ചെയ്യുകയും വെള്ളത്തിൻ്റെ അളവിനെയും ഹൈ കോൺസെൻട്രേഷൻ ആക്കിയിട്ട് നിലനിർത്തുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനെ ലോ ലെവൽസ് ഓഫ് പൊട്ടാസ്യം അയോണും പൊട്ടാസ്യത്തിൻ്റെ ക്ലോറിൻ്റെയും അയോൺസിനെ ലോ ലെവൽസ് ആയിട്ടാണ് നിലനിർത്തുന്നത് ബ്ലഡിലും എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സിലും. അതും ഇതിൻ്റെ ഫങ്ഷൻ തന്നെയാണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോഡിയം അയോൺസിൻ്റെ ലോസിനെ റെഡ്യൂസ് ചെയ്തിട്ട് സോഡിയം അയോണിൻ്റെ ലോസിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യുക. എങ്ങനെ വെച്ചാൽ സ്വെറ്റിലൂടെയും അതേപോലെ സലൈവയിലൂടെയും ബൈലിലൂടെയും ഒക്കെയുള്ള സോഡിയം അയോൺസിൻ്റെ ലോസിനെ റെഡ്യൂസ് ചെയ്യും. ഓക്കെ, സ്വെറ്റിലൂടെയും സലൈവയിലൂടെയും ബൈലിലൂടെയൊക്കെ ഓക്കെ അതിൻ്റെ ലോസിനെ റെഡ്യൂസ് ചെയ്യും, കുറക്കും. പിന്നെ
ഹൈപ്പർ സെക്രീഷനാണ് ആൽഡോസ്റ്റിറോൺ എങ്കിൽ, അതായത് കൂടുതലായിട്ട് സെക്രീറ്റ് ചെയ്യുക. ഹൈപ്പോ ഇനി മറക്കില്ലല്ലോ. ഹൈപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സെക്രീറ്റ് ചെയ്യുക എന്നാണ് അർത്ഥം. അപ്പോൾ ഹൈപ്പർ സെക്രീഷൻ ഓഫ് ആൽഡോസ്റ്റിറോണിസം എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ കാരണമാകും. ആൽഡോസ്റ്റിറോണിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ പൊട്ടാസ്യത്തിൻ്റെ ഡിപ്ലീഷനും അതേപോലെ സോഡിയത്തിനെയും വെള്ളത്തിനെയും ബോഡിയിലേക്ക് എക്സസീവായിട്ട് റീറ്റെൻറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതായത് പൊട്ടാസ്യം അയോൺസ് നന്നായിട്ട് ശരീരത്തിൽ കുറക്കുകയും ചെയ്യും. അതേപോലെ സോഡിയം വാട്ടറിനൊക്കെ ബോഡിയിലേക്ക് നന്നായിട്ട് റീറ്റെൻഷൻ നടക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് ആൽഡോസ്റ്റിറോണിസം എന്ന് പറയുന്നത്. പൊട്ടാസ്യം ഡിപ്ലീഷൻ may interfere with depolarization of neurons leading to muscular paralysis. പൊട്ടാസ്യം ഡിപ്ലീഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ ഡീപോളറൈസേഷൻ ഓഫ് ന്യൂറോൺസിൻ്റെ ഡീപോളറൈസേഷന് കാരണമാകും. നമുക്കറിയാലോ ഡീപോളറൈസേഷന് അവിടെ പൊട്ടാസ്യം അയോൺസാണ്. അത് നമ്മൾ വല്ലാതെ ഇതാക്കി കഴിഞ്ഞ ശരീരത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ അത് മസ്കുലാർ പാരാലിസിലേക്ക് നയിക്കും. പിന്നെ വാട്ടറിൻ്റെ റീടെൻഷൻ നമ്മുടെ ബ്ലഡിൻ്റെയും ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ്സിൻ്റെയും വോളിയത്തെ ഇൻക്രീസ് ചെയ്യിക്കും. ഓക്കെ. പിന്നെ ഇൻക്രീസസ് ഇൻ ബ്ലഡ് വോളിയം കോസസ് ഹൈപ്പർ ടെൻഷൻ ആൻഡ് അതിപ്പോൾ ഈ ബ്ലഡ് വോളിയം കൂടുകയാണ് എന്നുണ്ടെങ്കിൽ അത് കൂടുന്നതിലൂടെ ഹൈപ്പർ ടെൻഷനും അതേപോലെ ഇൻക്രീസ് ഇൻ ദ വോളിയം ഓഫ് ഇൻഡസ്ട്രീഷ്യൽ കോസസ് എഡിമ. അതായത് ബ്ലഡിൻ്റെ വോളിയം കൂടിക്കഴിഞ്ഞാൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകും. അതേപോലെ ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെല്ലിൽ നിന്ന് ഊർന്നിറങ്ങുന്ന ഫ്ലൂയിഡിനെയാണ് നമ്മൾ ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ് എന്ന് പറയുക. നമ്മൾ ലിംഫ് എന്നൊക്കെ പറയുമല്ലേ, അങ്ങനെയുള്ള ഫ്ലൂയിഡ്സാണ് ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ്സ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഡിമ ഉണ്ടാകും. എഡിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീർക്കെട്ടാണ്. നമ്മുടെ ശരീരത്തിൽ ഏത് ഭാഗത്ത് വേണമെങ്കിലും വരാം, കാലുമലോ കൈമലോ ഒക്കെ വരാം. നീര് കെട്ടിക്കിടക്കുന്ന ഒരു കണ്ടീഷനാണ് എഡിമ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മിനറലോ കോർട്ടിക്കോയിഡ്സിൽ പറയാനുള്ളത്.